പത്തനംതിട്ട വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ ആന കിലോമീറ്ററുകളോളം ഓടി. ആന ആളുകൾക്കിടയിലേക്ക് എത്താത്തതിനാൽ വൻ അപകടം ഒഴിവായി. നിലവിൽ ആനയെ തളച്ചിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, എപ്പോഴാണ് ഈ ആന ഇടഞ്ഞത്? ബിനിൽ 8 മണിയോടുകൂടിയായിരുന്നു ആന ഇടഞ്ഞത്. പത്തനംതിട്ട വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. അവിടെ ഉത്സവം നടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അതിന്റെ ഭാഗമായി ഇന്ന് സേവയ്ക്കായി എത്തിച്ചപ്പോഴാണ് 8 മണിയോടെ ആന ഇടഞ്ഞത്. ആന ആളുകൾക്കിടയിലേക്ക് ഓടിയെത്താഞ്ഞത് വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. വലിയ നാശനഷ്ടങ്ങളോ ആളുകൾക്ക് പരിക്കോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഈ ആന വരുന്നത് കണ്ട് ഓടിയ ആളുകൾക്ക് നിസ്സാരമായ ഓട്ടത്തിനിടയിൽ വീണുള്ള നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യമായ അപകടങ്ങളൊന്നുമില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏകദേശം 7 കിലോമീറ്ററുകളോളം ഈ ആന ഉത്സവ സ്ഥലത്ത് നിന്നും ഓടി മുന്നോട്ട് പോയി എന്നാണ്. ഇപ്പോൾ നിലവിൽ 7 കിലോമീറ്റർ ഇപ്പുറം ചന്ദനപ്പള്ളി എന്ന സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൽ നിലവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആന ഇടയാനുണ്ടായ കാരണങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇത്ര ദൂരം ആന ഓടിയിട്ടും 7 കിലോമീറ്ററോളം ഓടിയിട്ടും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ആന വിരണ്ടതുമായി ബന്ധപ്പെട്ട പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ബിനിൽ. ഓക്കെ, ഏറ്റവും ആശ്വാസകരമായ കാര്യം, കാര്യമായ പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായില്ല. പക്ഷേ പത്തനംതിട്ട വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. കിലോമീറ്ററുകളോളമാണ് ഈ ഇടഞ്ഞ ആന ഓടുകയും ചെയ്തത്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.